പ്രണയം, പ്രളയം, പ്രഹരം, പ്രേതം, പ്രമേഹം. ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ പ്രാവച്ച് കുറച്ച് സാധനം കിട്ടി പ്രാസത്തിലൊന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിലുടർത്തിയാടുന്ന തെങ്ങോലകളും വയലുകളും കളകളം ഒഴുകുന്ന അരുവികളും പരൽമീനുകളും നിക്കറിട്ട് പട്ടം പറന്നുന്ന കുട്ടികളും 80-85 കാലഘട്ടത്തിലെ കല്യാണ വീഡിയോകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ശരാശരി ഗ്രാമവാസിയാണ് ഞാനും നിങ്ങളും. എന്തുകൊണ്ടോ എൻ്റെ അച്ഛനും അമ്മക്കും ആ ഒരു കല്യാണ സീസൺ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഇവരുടെ കല്യാണ ആൽബം എടുത്ത് വെച്ച് നോക്കാറുണ്ട്, എന്നെയും വിളിച്ച് കാണിക്കാറുണ്ട്. ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു തെങ്ങ്, 2 പേര് അപ്പുറം ഇപ്പുറം ചാരി നിൽക്കും ഫോട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കല്യാണം നടക്കുന്ന കല്യാണം പോട്ടെ, സേവ് ദ ഡേറ്റിൻ്റെ ഒരു ഫോട്ടോ 10 വർഷം കഴിഞ്ഞ് മക്കളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫാഷൻ ഷോയ്ക്ക് അയച്ച ഓഡീഷൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ ബാക്കിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട് പണ്ടത്തെ സമയങ്ങളിൽ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത്രയും സ്ഥലം വെറുതെ കിടക്കുന്നു, എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ചിരുന്നെങ്കിൽ തിന്നുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഇത് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി ബാഗുമായിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അച്ഛൻ ചോദിച്ചു നിന്നെ ഞാൻ അനുഗ്രഹിക്കണോ? ഞാൻ പറഞ്ഞ് അനുഗ്രഹം മാത്രം പോരെ, ഒരു 100 രൂപ വണ്ടിക്കാശ് കൂടി കിട്ടിയിരുന്നെങ്കിൽ പോകാമായിരുന്നു. വളരെ ദയനീയമായിട്ട് എന്നെ നോക്കി 100 രൂപ എടുത്തു തന്ന് ഉമ്മറത്തെ ചാരി വെച്ചിരുന്ന ഒരു തൂമ്പായി എടുത്തിട്ട് നേരത്തെ ഞാൻ കാണിച്ച പറമ്പിലേക്ക് പോയിട്ട് എന്നെ വീണ്ടും ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, നേരാണ്, ഇവിടെ നേരത്തെ എന്തെങ്കിലും വെക്കേണ്ടിയിരുന്നു. പക്ഷെ വാഴ എന്നുള്ളൊരു പദപ്രയോഗം അദ്ദേഹം നടത്തിയില്ല. കാര്യം ആ കൗണ്ടർ വളിച്ചു തുടങ്ങിയെന്ന് അച്ഛന് വരെ മനസ്സിലായിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ട്. അപ്പം ഞാൻ പ്രോഗ്രാമിന് വന്നതിന് ശേഷം അവിടെ കടം പറയരുത് എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് അച്ഛൻ കൗണ്ടർ പറയരുത് എന്ന് വെച്ച്. കാരണം ഫുഡ് ഇൻസ്പെക്ടർമാരുടെ ചെക്കിങ്ങിൽ എൻ്റെ കൗണ്ടർ പഴകിയാൽ 10,000 രൂപ വരെ പിഴയടക്കേണ്ട സാധ്യതയുണ്ട് എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം. ഇത്തരം നേരം ഞാൻ സംസാരിച്ചതിൽ എല്ലാത്തിനും പേരുണ്ട്. എനിക്ക് പേരുണ്ട്, അച്ഛന് പേരുണ്ട്, അമ്മക്ക് പേരുണ്ട്, ക്യാമറയ്ക്ക് പേരുണ്ട്, വയലിന് പേരുണ്ട്, പയറിന് പേരുണ്ട്, പപ്പടത്തിന് പേരുണ്ട്. പേരില്ലാത്തതൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് പേര് വെച്ച് ഒരു സബ്ജക്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു തുണ്ടുമായി മാറിയിരുന്നു. ചിരിക്കരുത്, തുണ്ട് കടലാസും പേനയും. ഇത് കണ്ടിട്ട് മകൻ വന്നിട്ട് പറഞ്ഞ് പേര് വെച്ച് പറയുന്നതൊക്കെ കൊള്ളാം, ഞാൻ അവിടെ പോയി ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് എന്നുള്ള. അപ്പം ഇവന് പേരിട്ടത് ഞാനാണ്. ഇവൻ പേരിട്ടതിന് രസമുണ്ട്. ഒരു പഗ്ഗിൻ്റെ കുഞ്ഞിനെ മേടിച്ചു കൊടുത്തപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നു മണിക്കുട്ടി. ഹോസ്പിറ്റലിൽ കാണിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇത് പശുവാണോ പട്ടിയാണെന്ന്. അപ്പോൾ ഈ പേരിനകത്തൊരു സാഹചര്യമുണ്ട്. പേര് വെച്ചാണ് ചിലതിനെ തിരിച്ചറിയുന്നത്. പക്ഷെ ചിലത് തിരിച്ചറിയാനും പറ്റില്ല ചേട്ടാ. കാര്യം ബ്രിട്ടനിലെ രാജകുമാരിയുടെ പേര് ഡയാന, ഇവിടെ ആങ്കർ ചെയ്യുന്ന പേരെന്തുവാണ്? ഡയാന. അപ്പൊ ചിലത് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. പക്ഷെ എങ്കിലും ഈ രാജകുമാരിയേക്കാൾ ഫാൻസ് നമ്മുടെ ഡയാനക്ക് തന്നെയാണ്. കാര്യം നമ്മൾ ഭയങ്കര ലാഘവത്തോടെ നമ്മുടെ പ്രോഗ്രാം ഒന്ന് കണ്ട് അതിൻ്റെ കമൻ്റ് അറിയാമെന്നും പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഡയാനയ്ക്ക് ഹായി. ഡയാന ചേച്ചി ഇട്ടിരുന്ന ചുവന്ന ഫ്രോക്കിൻ്റെ 6ാമത്തെ ലെയറിലെ 3ാമത്തെ മുത്തിൻ്റെ പെയിൻറ് പോയിരിക്കുന്നു. ഡയാന ചേച്ചി കാലിലിട്ടിരിക്കുന്ന ചെറിയ വിരലാണ് ഞാൻ നൈൽ പോളിഷിൽ മുട്ടുസൂചി കൊണ്ടൊരു കുത്തു വീണിരിക്കുന്നു. ഇത് കണ്ടുപിടിച്ച് കമൻ്റ് ഇട്ടവൻ ലാബിലാണോ ജോലി ചെയ്യുന്നത് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു. 25-30 ഫേക്ക് ഐഡികൾ സ്വന്തമായിട്ടുള്ള ആളാണ് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ രാജകുമാരിക്ക് ഫേക്ക് ഐഡി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഹിറ്റായില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്ന് അപ്പൊ ഈ പേരിന്റെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് പേരിനകത്തൊരു കാര്യമുണ്ട് ചേട്ടാ. ഈ പേരിടുന്നതിന് സമയമുണ്ട്. ഈ ചില ആചാരപ്രകാരം 10 മണി കഴിഞ്ഞ് 10:30 പേരിടണം. ഈ 10 മണി കഴിഞ്ഞ് 10:02 പേരിടണം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോന് 10 മണി കഴിഞ്ഞ് 10:02 പേരിടണം. 10:01 ചടങ്ങൊക്കെ ഗംഭീരമായി ഒരു വെറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ പൊത്തിയൊക്കെ പിടിച്ച് ഇവൻ പേരിടാൻ കാതിൻ്റെ വക്കത്ത് ചെന്നപ്പോഴത്തേക്കും പുറകെ അച്ഛൻ ചോദിച്ചു ഉച്ചക്ക് ഫുഡിന് നമുക്ക് നോണാണോ വെജിറ്റേറിയൻ ആണെന്ന്. ഈ കറക്റ്റ് ടൈമിന് ഇവൻ കാതി പറഞ്ഞ് വെജിറ്റേറിയൻ. ഇന്ന് ആ കൊച്ചിനെ സ്കൂളിൽ ചേരുമ്പം വെജിറ്റേറിയൻ എന്ന് പറയണോ പച്ചക്കറി എന്ന് പറയണമെന്നുള്ള ചിന്തയിലാണ് അവൻ. മുഹൂർത്തത്തിന് ഇട്ടുപോയില്ലേ, മാറ്റാൻ പറ്റുമോ? അപ്പൊ ഈ പേര് വന്നു ചേരുന്നത് പല വഴിയാണ്. കാര്യം നമ്മുടെയൊക്കെ ഈ നേരത്തെ ഉണ്ടായിരുന്ന പേരുകളൊക്കെ ചുരുക്കിയാണ്. ഇപ്പൊ വസുദേവൻ വസു ആവുന്നു, കൃഷ്ണൻകുട്ടി കൃഷ്ണ ആവുന്നു, രാധാമണി രാധയാകുന്നു. ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുമ്പോൾ ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പേരിന്റെ ഉടമയാണ് ഞാൻ. കാര്യം ഒരു 10 വർഷമായിട്ട് ഈ അനീഷ് എന്ന് ഒരു മുതലിനും പേരിട്ട് കേൾക്കുന്നുമില്ല. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ പേര് ഗൂഗിളിൽ പോലും കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10 അനീഷ് വരെ ഉണ്ട് ഒരു ക്ലാസ്സിൽ. പൂച്ചക്കണ്ടുള്ളവൻ പൂച്ച അനീഷ്, മുടിശകലം പുറകോട്ട് വളർത്തിയ കോഴിവാലൻ അനീഷ്, കറുത്തിരുന്ന കാക്ക അനീഷ്, ഇങ്ങനെ വെച്ചാണ് അറിയുന്നത്. പക്ഷെ അപ്പോഴും അവരെന്നെ വിളിച്ചത് ചുള്ളൻ അനീഷ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഗംഭീരമായ ആ പേര് സ്വീകരിച്ച് കുറച്ചധികം വർഷങ്ങൾ അതുകൊണ്ട് നടന്നു. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു റീയൂണിയൻ നടന്നു. ഞാൻ ഇതുപോലെ തന്നെയൊക്കെ മൈക്കെടുത്ത് വെച്ചപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, ഞാനാണ് നിങ്ങളുടെ ചുള്ളൻ അനീഷ്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, ചെറിയൊരു മാറ്റമുണ്ട്, അന്ന് മുതൽ നിന്നോട് പറയണമെന്ന് ഓർത്ത് നിന്നെ ഞങ്ങൾ വിളിക്കുന്നത് കുള്ളൻ അനീഷ് എന്നാണെന്ന്. ആ വാല് ഞാനെടുത്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഈ പേര് വന്നു ചേരുന്നത് ഓരോരോ രീതിയിലാണ്. കാര്യം ആനയും കൊണ്ടു നടക്കുന്ന ആനക്കാരൻ,
കുതിരയും കൊണ്ട് പറഞ്ഞ കുതിരക്കാരൻ, കാറും കൊണ്ട് പറഞ്ഞ കറിക്കാരൻ, കറി വെച്ച കറിക്കാരൻ, കാർ ഓടിച്ച ഡ്രൈവർ. ഇങ്ങനെ പേരിടുമ്പോഴത്തേക്കും സച്ചിൻ ടെണ്ടുൽക്കർ കാരണം പേര് കിട്ടിയ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. കാര്യം സച്ചിൻ പണ്ട് ബൂസ്റ്റിന്റെ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടുകാരൻ ശകലം പുന്നാരിച്ച് സംസാരിക്കും. ഇവൻ ഈ പരസ്യം കണ്ടെത്തി ക്രിക്കറ്റ് കളിച്ചിരിക്കുന്ന പറഞ്ഞ് ബൂച്ചിട്ട് ചിക്കട്ട് മാഞ്ചിയ ഈ സാധനം അടിച്ചപ്പം ഇവന്റെ കല്യാണ ലെറ്ററിൽ പോലും ഇവന്റെ പേരിന്റെ ബ്രാക്കറ്റിൽ ബൂച്ചിട്ട എന്ന് വെച്ചിട്ടാണ് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. അപ്പൊ ഇവനെ കുറിച്ച് പറയണ സാഹചര്യത്തിൽ ഇവന്റെ ബാല്യത്തെക്കുറിച്ച് ഒന്നും ഓർക്കാണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയും സ്മരണ വേണം ചേവരേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവനൊന്നും സ്മരിക്കാണ്ട് പോകാൻ പറ്റൂല. കാര്യം ഇവന്റെ ചെറിയ പ്രായത്തിൽ നമ്മുടെ അമ്പലത്തിലേക്ക് ഈ സപ്താഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പം പുരാണങ്ങളൊക്കെ പാരായണം ചെയ്യാനായിട്ട് ആചാര്യന്മാരൊക്കെ വരും. അവരിങ്ങനെ മൈക്ക് വെച്ചിട്ട് പുരാണം പറയും. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി ഫ്രണ്ട് ഇരുന്ന് അതിലും വലിയ പുരാണം. അപ്പോൾ കമ്മിറ്റിക്കാർ ഇവന്റെ ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു അത്രയും വലിയൊരാൾ അവിടെ ഇരുന്ന് പുരാണം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് പുരാണം പറയണമെന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരൻ്റെ മൈക്കിൽ കൂടി പുരാണം പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾ 2-3 പേര് മൈക്കില്ലാണ്ട് പുരാണം പറഞ്ഞതിന് ആദ്യം ആ മാമനെ പറഞ്ഞുകൂടെ. ഇവൻ 8ാം ക്ലാസ്സിലെ റിസൾട്ട്, ഇവന്മാർ 4 മക്കളാണ്. ഇവർ റിസൾട്ട് നോക്കാൻ പോയപ്പോഴത്തേക്ക് അന്ന് ആരെങ്കിലും ഒരാൾ പോയാൽ മതിയല്ല, കാര്യം ഇത് തോറ്റോ ജയിച്ചോ ഒന്നൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവർ നമ്മളെ കയർ ഫാക്ടറി മേഖലയാണ്, ഇവിടെ നെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 5-8 പേരിങ്ങനെ നിരന്ന് നെയ്യുന്നു. അപ്പോൾ മക്കളുടെ റിസൾട്ട് അഭിമാനത്തോടെ പറയാനുള്ള ഒരു അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഇവൻ്റെ ചേട്ടൻ്റെ പേരാണ് അപ്പു. അപ്പോൾ ഇവനെ റിസൾട്ട് നോക്കിയിട്ട് വരുന്നത് അവരുടെ അച്ഛൻ വളരെ ഭാവത്തോടു കൂടി ചോദിച്ച് മോനെ എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കിയാ? അപ്പുണ്ടം തോറ്റി. അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചിട്ട് എന്നാൽ പോട്ടെ വായൊക്കെ ആക്കിയുണ്ടല്ലോ 3 അപ്പോൾ മകനാ ഇല്ല ഞാൻ ജയിച്ചില്ലെന്ന് ഓടെ എല്ലാം തോച്ച് ഒന്നമ്പാടി വരികയെ. ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇവൻ ഇച്ചിരി കൂടെയൊക്കെ ആയി. ഞങ്ങൾ പ്രോഗ്രാം ഈ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴേ ഞങ്ങൾ ക്ലബിൻ്റെ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഞാനാണെങ്കിൽ ഒരു ടയറില്ലാത്ത കാറ് 10 കിലോമീറ്റർ തള്ളി അങ്ങ് മറിക്കണ രീതിയിൽ രമേശൻ്റെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ഡേഹനയുടെ കൂടെയായിരുന്നു ഡിന്നർ. രമേശൻ്റെ അടുത്ത പടത്തിലേക്ക് എനിക്കൊരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പിന്നെ അടുത്ത പ്രാവശ്യം നീ ചെല്ലുമ്പോൾ രമേശനെ ഒന്ന് വിളിച്ചിട്ട് എനിക്ക് തന്നെ ഇതെല്ലാം പറയണ്ട. ഇവൻ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. എനിക്ക് ദേഷ്യം വന്നേട്ടാ. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പേര് ഞാൻ തള്ളണം ഈ സാധനങ്ങൾക്കെല്ലാം എന്നെ നോക്കിയിട്ട് എന്തെങ്കിലും പറയണ്ട, നിനക്കൊന്നും പറയാനില്ലേ? ആണോ രമേശ് പിഷാരിയോടൊക്കെ പോകാൻ പറയും, ഇത് ഡയാനക്ക് ഷൈക്കാൻഡ് കൊടുത്ത കൈയാ ഞാൻ തരൂല്ലെന്ന്. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയെ. ഭയങ്കര ഫാൻസാണ്. ഇവനെ ഈ ബൂച്ചിട്ടേന്ന് മാറ്റി വേറെ എന്തെങ്കിലും വിളിച്ചാൽ മതി എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനോർത്ത് എന്നെയൊക്കെ നാട്ടുകാർ വിളിക്കണ ചിലത് കേട്ടാൽ പെറ്റ തള്ള സഹിക്കൂല. അപ്പോൾ പേരിനകത്ത് കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതി ടെറസിൻ്റെ പൊക്കത്തി കൃഷി നടത്തി നല്ലവനായ ഉണ്ണി എന്നൊരു പേര് സ്വീകരിക്കുകയും പറന്നു കിടക്കുന്ന ഒരു പക്ഷിയുടെ പേരെടുത്തിട്ട് പടമെടുത്ത് അത് ഹിറ്റാക്കുകയും ചെയ്തൊരു മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് പോലും പറയാൻ മറന്നുപോയി. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അനീഷ് കാട്ടുകട.